രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്ന കാര്യത്തിൽ തീരുമാനമുടൻ. ഇന്നോ നാളെയോ ഏതു മണ്ഡലം ഒഴിയുമെന്നതിൽ തീരുമാനം പ്രഖ്യാപിക്കും. വയനാട് ഒഴിയുകയും റായ്ബറേലി നിലനിർത്തുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസിലെ ധാരണ. ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് തീരുമാനം. രാഹുൽ ഒഴിയുന്ന വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ, രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ടു മണ്ഡലങ്ങൾക്കും സന്തോഷകരമായ വാർത്തയായിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി നൽകുന്ന ഏക സൂചന. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി റായ്ബറേലി തുടരുകയും വയനാട് വിടുകയും ചെയ്താൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണോ? അരുൺ, അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് റായ്ബറേലി മണ്ഡലങ്ങൾ വിജയിച്ച രാഹുലിന് നാളെ വരെ മാത്രമാണ് ഇതിൽ ഒരു മണ്ഡലം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉള്ളൂ. അതിനുള്ളിൽ നാളേക്കുള്ളിൽ തന്നെ ഇതിൽ തീരുമാനം പറയുകയും വേണം. ആ പശ്ചാത്തലത്തിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇതിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വയനാട് ഒഴിയുകയും ഒപ്പം റായ്ബറേലി നിലനിർത്തുകയും ചെയ്യും എന്നാണ് നൽകുന്ന സൂചനകൾ. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. പ്രത്യേകിച്ച് രണ്ട് പക്ഷത്ത് പ്രത്യേകിച്ച് റായ്ബറേലിക്കും അതോടൊപ്പം തന്നെ വയനാടിന് സന്തോഷം തീരുമാനം ഉണ്ടാകും എന്ന് രാഹുൽ വ്യക്തമാക്കിയത് അങ്ങനെ തന്നെയാണ്. അതായത് രാഹുൽ ഒഴിഞ്ഞാലും പ്രിയങ്ക ഗാന്ധിക്കാണ് അവിടെ മത്സരിക്കാൻ സാധ്യത എന്ന് അതിൽ നിന്ന് മറ്റു നേതാക്കൾ കൃത്യമായി തന്നെ സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും രാഹുൽ അത് പ്രഖ്യാപിക്കേണ്ട തീയതി നാളെയാണ്. പക്ഷേ നാളെയോ അല്ലെങ്കിൽ ഇന്നോ അത് ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു പക്ഷേ പ്രിയങ്കയുടെ പേര് പ്രഖ്യാപിക്കുമോ എന്നതിൽ ചില സംശയങ്ങളുണ്ട്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് 6 മാസങ്ങൾക്കകം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ആ പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ചില വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മണ്ഡലം തിരഞ്ഞെടുക്കുന്നത് റായ്ബറേലി ആയിരിക്കും. അത് രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ തീരുമാനം എടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഒപ്പം റായ്ബറേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധി കുടുംബത്തിനുള്ള ബന്ധം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനം റായ്ബറേലി നിലനിർത്താൻ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും ഇന്ന് തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നുണ്ടായില്ലെങ്കിൽ നാളെ തീർച്ചയായും പറയേണ്ടതുണ്ട്. കാരണം നാളെ വരെയാണ് രാഹുൽ അത്തരത്തിലൊരു മണ്ഡലം തിരഞ്ഞെടുക്കേണ്ട അവസാന തീയതി എന്തും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആ തീരുമാനം ഉണ്ടാകും. അതിന് പിന്നാലെ പ്രിയങ്കാതിൻ്റെ പേര് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് അവരുടെ കുത്തകയായ സീറ്റുകൾ ഒന്നാണ്. സ്വാഭാവികമായും അവിടെ മത്സരിക്കാൻ ഒരുപാട് നേതാക്കൾ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കേരളത്തിൽ ഉൾപ്പെടെ സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ആ പശ്ചാത്തലത്തിൽ മറ്റ് തർക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രിയങ്ക അവിടെ മത്സരിക്കും എന്ന സന്ദേശം സംസ്ഥാന നേതൃത്വത്തിന് എത്തിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും മറ്റു വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സഹായിക്കും എന്ന വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു വിഭാഗം ഇനി പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ കെ മുരളീധരൻ വന്ന് മത്സരിക്കണമെന്നൊരു വിഭാഗം പറയുന്നു. എന്നാൽ കെ മുരളീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ വീണ്ടും അഭിപ്രായ തർക്കമുണ്ടാവും. ലീഗ് പക്ഷേ കെ മുരളീധരന്റെ പേരാണെങ്കിൽ ഓക്കെയാണ്, പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കൂടുതൽ സന്തോഷം എന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞിരിക്കുന്നതും അല്ലേ? തീർച്ചയായും വയനാട്ടിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഫലം വിപരീതമായതിന് പിന്നാലെ തന്നെ ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് അടക്കം അങ്ങനെ തീരുമാനം പ്രഖ്യാപിച്ചത് തീർച്ചയായും കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽ ആക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ മുരളീധരൻ എല്ലാ തെരഞ്ഞെടുപ്പുകളും താനിങ്ങനെ മത്സരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം കൂടി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ എത്തിയ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ കേരള നേതാക്കൾ എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി അവിടെ വരണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്കയുടെ പേര് സജീവമായി തന്നെ ചർച്ചയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് പ്രിയങ്ക കൂടി അവിടെ നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ അത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ ഊർജ്ജം നൽകും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായ ഭൂരിപക്ഷവും അപ്പോൾ പ്രധാനപ്പെട്ട പല നേതാക്കളും, അതിപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും ലോക്സഭയിൽ ഉണ്ട് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കൂട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ സ്വരത്തിന് കൂടുതൽ ഊർജ്ജം പകരും എന്ന് മുതിർന്ന നേതാക്കളടക്കം വിലയിരുത്തുകയും ചെയ്തു.